ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടു മൈ ഷോറിൻ്റെ ഫൈനൽ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ ഷുലാങ്ങാണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് എൻഡിങ്ങിൽ തനിക്ക് ഒരു പുതിയ ബോയ് ഫ്രണ്ട് വേണമെന്നുള്ള കാര്യം ഫോൺ കോളിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ആവശ്യം എന്തായാലും നിറവേറ്റി കൊടുത്തിട്ടുണ്ട്. ബോവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനുമായിട്ട് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവർ രണ്ടും പരസ്പരം സംസാരിച്ച് ഒന്നറിയാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. ബോവനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തപ്പോഴേ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേപോലെ ബോവൻ നല്ലൊരു പയ്യനാണ്, നീയാണെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു രീതിയിൽ തന്നെ അവനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു പാർട്ണറായിരിക്കും അവൻ. പിന്നെ അത് മാത്രമല്ല, അവൻ ഭയങ്കര ഹൈറ്റുള്ളൊരു പയ്യനാണ്, നല്ല ഹാൻഡ്സമാണ്, ഹാഫ് പോർച്ചുഗീസുമാണ്. അപ്പോൾ ബോവൻ്റെ അടുത്ത് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഓർത്ത് വെച്ചുകൊണ്ട് ഷുലാങ് സംസാരിക്കുന്നുണ്ട്. രണ്ടൊരു ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ബോവൻ ചോദിക്കുന്നുണ്ട്, നീ ടോപ്പാണോ ബോട്ടാണോ എന്ന്. ആ ഒരു ചോദ്യം അവൻ മൊത്തം ചോദിക്കുന്നില്ല, എന്ന് ചോദിച്ചു വരുമ്പോൾ തന്നെ സംഭവം എന്താണെന്ന് ഷുലാങ്ങിന് മനസ്സിലായിട്ട് താൻ ടോപ്പാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ബോവനപ്പോൾ തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ എന്തുപറ്റി, തൻ്റെ വൈബിന് അത് മാച്ച് ആവുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ബോവനപ്പോൾ ഇല്ല, നിനക്ക് മാച്ച് ആവുന്നുണ്ട്, ഞാൻ ഈ വൈബ് വെച്ചിട്ട് ടോപ്പും ബോട്ടോ ആയിട്ട് ആ സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ച് ആവുന്ന ഒരാളാണ്. എൻ്റെ കൂടെ ആണെങ്കിൽ എനിക്ക് അങ്ങനെ ബോട്ടമാവുന്നില്ലേ, അതൊരു പ്രശ്നമില്ല എന്നും പറയുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടും ഇപ്പോൾ ഷുലാങ്ങിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്താണുള്ളത്. ഷുലാങ് ആണെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലോട്ട് ചെന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അവൻ സ്കാർഫ് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ, നീ ഇപ്പോഴും സ്കാർഫ് ഇട്ടില്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ട് ബോവൻ അവൻ്റെ സ്കാർഫ് എല്ലാം തന്നെ ഷുലാങ്ങിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഷുലാങ് ടിയാനെ അഡോപ്റ്റ് ചെയ്ത് വളർത്തുന്ന കാര്യവും എല്ലാം തന്നെ ഇപ്പോൾ ബോവൻ അറിയാം. അതുകൊണ്ട് തന്നെ ബോവൻ പറയുന്നുണ്ട്, നമുക്ക് നേരെ ഇവിടെ നിന്ന് പോയി ടിയാനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാം, എന്നിട്ട് ഞാനാണെങ്കിൽ ഒരു തീം പാർക്ക് വൈബിൽ വരുന്ന റെസ്റ്റോറൻറ്റിൽ ഒരു ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, നേരെ അവിടെ പോയി ഫുഡും കഴിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഓക്കെ താങ്ക് യു എന്ന് പറയുമ്പോൾ, നീ ഇങ്ങനെ താങ്ക് യു പറയേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ അടുത്ത് നീ ആണെങ്കിൽ എപ്പോഴും പൊളൈറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടും നേരെ ടിയാനെ പിക്ക് ചെയ്യാനായിട്ട് സ്കൂളിലോട്ട് ചെല്ലാണ്. എൻ്റെ മഴ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് തിരക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ ഫ്രണ്ടിലേക്ക് വണ്ടി കൊണ്ട് നിർത്താതെ കുറച്ച് ദൂരേക്ക് മാറ്റി നിർത്താമെന്ന്, നമുക്ക് അവിടെ നടന്നു പോയി അവനെ പിക്ക് ചെയ്തിട്ട് വരാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അകത്തേക്ക് ഇറങ്ങുമ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ കുടയും പിടിച്ചായിരുന്നു രണ്ടുപേരും നിൽക്കുന്നുണ്ടായിരുന്നത്. ആ സമയം സ്കൂൾ വിട്ടുകൊണ്ട് തന്നെ അതുവഴി പാസ് ചെയ്ത് പോയൊരു കുട്ടീനെ തട്ടിയിട്ട് ഷുലാങ് വീഴാനേയും പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബോവനാനെ പിടിക്കുന്നുണ്ട്. എന്നാൽ ആ സമയമാണ് അതുവഴി ബൈക്കിൽ ഫാൻഷിയാവ് പാസ് ചെയ്ത് പോയത്. ഫാൻഷിയാവ് നോക്കുമ്പോൾ ഷുലാങ് ഒരാളുമായിട്ട് ഭയങ്കര ക്ലോസ് ആയി നിൽക്കുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ എപ്പിസോഡിൽ ഷുലാങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു താനൊരു ഡേറ്റിന് പോയതാണെന്ന്. ആ സമയം അവൻ കള്ളം പറഞ്ഞതാണെങ്കിലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ അത് സത്യമാണ്. ഷുലാങ്ങിന് ശരിക്കും മറ്റൊരാളെ കിട്ടിയെന്നൊരു ചിന്ത ഫാൻഷിയാവയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെ ഫാൻഷിയാവ് അതും നോക്കി ഓട്ടിച്ച് പോകുമ്പോഴത്തേക്കും മഴ ആയതുകൊണ്ട് തന്നെ റോഡിൽ മൊത്തം വെള്ളമായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ ബൈക്ക് സ്കിഡായിട്ട് അവിടെ ഒരു ആക്സിഡൻറ്റ് പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റുന്ന കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ബോവൻ അവൻ്റെ ഇരുന്ന കോട്ട ഷുലാങ്ങിൻ്റെ അടുത്ത് പിടിക്കാനേ പറയുന്നുണ്ട്. എന്നിട്ട് ഫാൻഷിയാവ് എന്നെ ഹെൽപ്പ് ചെയ്യാനേ ചെല്ലുന്നുണ്ട്. ഫാൻഷിയാവയ്ക്ക് എഴുന്നേൽക്കാനായിട്ട് ബോവനാണെങ്കിൽ അവൻ്റെ കൈ നീട്ടി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഷുലാങ്ങിൻ്റെ കൂടെ താനിപ്പോൾ കണ്ട വ്യക്തിയാണിതെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ തനിക്ക് ഹെൽപ്പ് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ സ്വയമേ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലാന്ന രീതിയിൽ അവൻ വണ്ടിയും കൊണ്ട് സൈഡിലേക്കൊന്ന് കൊണ്ട് ഒതുക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ബോവൻ എനിക്ക് ഓക്കെ എന്നുള്ള രീതിയിൽ തിരിച്ച് ഷുലാങ്ങിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. എന്നാൽ ഷുലാങ്ങിന് അത് ഫാൻഷിയാവാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവൻ ഫാൻഷിയാവിനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ആ സമയം ബോവൻ ഇങ്ങനെ നോക്കിയിരിക്കുന്ന കണ്ടിട്ട് അത് അവനാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഫാൻഷിയാവയുടെയും ഷുലാങ്ങിൻ്റെയും റിലേഷൻഷിപ്പിൻ്റെ കാര്യവും ബോവൻ അറിയാമെന്നാണ് തോന്നുന്നത്. പക്ഷേ ബോവൻ ചോദിക്കുമ്പോൾ ഷുലാങ് അതിൻ്റെ മറുപടി കൊടുക്കുന്നില്ല. അതേസമയം ഫാൻഷിയാവ് അവൻ്റെ ബൈക്കും കൊണ്ട് മറ്റൊരു റോഡിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ശരിക്കും അവന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ കയ്യിൽ നിന്ന് ബൈക്കും താഴെ വീഴുന്നുണ്ട്, അവനും ചെന്ന് വീഴുന്നുണ്ട്. അങ്ങനെ അവൻ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ്. ആ സമയം അവൻ്റെ മൈൻഡിൽ ഇതുപോലെ ഷുലാങ് മറ്റൊരാളുടെ കൂടെ നിൽക്കുന്നത് തന്നെയായിരുന്നു ഫുൾ ഉണ്ടായിരുന്നത്. എപ്പോഴും അവനിങ്ങനെ ദേഷ്യം വരുമ്പോൾ അവൻ്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഇരുട്ടുള്ള റൂമിൽ കയറിയിരുന്നു സ്വയം അവൻ്റെ തല ഒരു ചുമരിലിങ്ങനെ ഇടിക്കുന്നതായിട്ട്. ഇപ്പോഴും അവന് ആ ഒരു ടെൻഡൻസി ഒക്കെ വരുന്നുണ്ട്. എന്നവൻ സ്വയം പറയുന്നുണ്ട്, ഇല്ല അങ്ങനെയും ചെയ്യരുത്, അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ ക്രേസി ആയിട്ട് പെരുമാറുന്നവരെ ഒന്നും തന്നെ ഷുലാങ്ങിന് ഇഷ്ടമല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് സ്വയം ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നുണ്ട്. ഷുലാങ്ങിൻ്റെ അടുത്ത് ഞാൻ ഇല്ലാതിരിക്കുന്നതാണ് അവന് നല്ലത്, ഇപ്പം തന്നെ കണ്ടില്ലേ അവൻ ഹാപ്പി ആയിട്ടാണ് ഉള്ളത്, അതല്ലേ നല്ലത്, ഞാൻ അവൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ ഹാപ്പിനെസ് നഷ്ടപ്പെടും, അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് മാറിയിരിക്കുന്നതാണ് നല്ലത്, ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് ശരിക്കും മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവൻ്റെ ഒരു ബൈക്കിൽ കയറി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് ഷുലാങ് വർക്ക് ചെയ്യുന്നത് കാണിക്കുമ്പോഴത്തേക്കും അവൻ്റെ പ്രൊഫസർ കുറച്ച് മുന്നേ അവനാണെങ്കിൽ ഒരു പ്രോജക്റ്റിൻ്റെ ലീഡായിട്ട് വർക്ക് ചെയ്യാനായിട്ടൊരു അവസരം കൊടുത്തതിൻ്റെ ഒരു വോയിസ് ഓവർ ഇങ്ങനെ സംസാരിച്ചതായിട്ട് നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഷുലാങ് ആണെങ്കിൽ ഒടുങ്ങി തൂങ്ങി മറിഞ്ഞിരിക്കുന്ന പെങ്ങ്യുവിനെ ഹോസ്പിറ്റലിൽ കാണാൻ പോകുന്നതാണ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഷുലാങ്ങിന് അവൻ തൊട്ടു, അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ പങ്ങി കിട്ടതാണ്, അത് പെങ്ങ്യുവിനും അറിയാം. എന്ന് ഇവനാണെങ്കിൽ അതിന് ഞാൻ ചെയ്തത് നീ എന്തിനു ചുമ്മാ എന്നെ കുറ്റം പറയുന്നത്, ഞാനിങ്ങനെ വഴി കൂടെ പോയപ്പോൾ നിനക്ക് വയ്യെന്നിറങ്ങി കാണാൻ വന്നതാണെന്ന് പറയുമ്പോഴത്തേക്കും നീ തന്നെ ഇന്നലെ എന്നെ ഇരുട്ടത്തിട്ട് അടിച്ചിട്ട് ഇപ്പോൾ ഒന്നും ഇറങ്ങിയെടുത്ത പോലെ വന്നിരിക്കുകയാണോ നീ ചോദിക്കുമ്പോൾ ഫാൻഷിയാവോ അവന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ഓറഞ്ച് ഇങ്ങനെ തൊലിച്ച് കഴിക്കാനേ കൊടുക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ഇവൻ ഇങ്ങനെ തട്ടിക്കളയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഫാൻഷിയാവുടെ ടെമ്പർ അങ്ങ് തെറ്റുന്നുണ്ട്. അവൻ പോയിട്ട് അവർ ഓറഞ്ച് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ആ സമയം പേടിച്ചിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ അപ്പം തന്നെ ഫാൻഷി അവർ ഓറഞ്ചിൻ്റെ നീരെല്ലാം പിഴുങ്ങി ഇവൻ്റെ കണ്ണിലേക്ക് ഒഴിക്കാനേ നോക്കുന്നുണ്ട്. ആ ഒരു ബഹളം കേട്ട് അങ്ങോട്ടേക്ക് നേഴ്സ് വന്നിട്ട് മിണ്ടാതിരിക്കുക, ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഫാൻഷിയാവപ്പോൾ ഒന്നുമില്ല, വയ്യാതെ നടക്കുന്നുണ്ട്, ഫ്രൂട്ട്സ് എടുത്ത് കൊടുത്തതായിരുന്നു, എന്നാൽ വാശി കാണിച്ചിട്ട് കഴിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കഴിപ്പിക്കാൻ നോക്കിയതാണെന്ന് പറയുന്നുണ്ട്. നേഴ്സ് അപ്പോൾ ശരി ഇവിടെ ബഹളം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഫാൻഷിയാവോ പൈസ ഇല്ലാത്ത നേരത്ത് ഞാൻ നിനക്ക് വേണ്ടി ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വരുമ്പോൾ നിനക്കിത് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നിനക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് എന്നോട് വേണം തീർക്കാൻ, പക്ഷേ ആവശ്യമില്ലാതെ ഷുലാങ് നിൻ്റെ അകത്ത് അങ്ങനെ വലിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നീ ജീവനോട് ഇരിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്.
പെങ്ങും അപ്പോൾ തന്നെ ഓക്കെ ഇനി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ടാൽ പോലും ഞാൻ ആ വഴിക്ക് വരത്തില്ല, ഞാൻ ഓപ്പോസിറ്റ് വഴിയെ പൊക്കോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഫാൻഷാവ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അവനിങ്ങോട്ട് കൊണ്ടുവിട്ടത് ഹുവയായിരുന്നു. ഹുവ കാറി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ ചെന്ന് കാറി ഇരിക്കുമ്പോഴത്തേക്കും ഫാൻഷാവ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ മൊമെൻറ്റിൽ തന്നെ പെങ്ങുവാണെങ്കിൽ ഇവനെ കോൾ ചെയ്തിട്ട് ഇതേപോലെ ഫാൻഷാവ് തന്നെ അവൻ അടിച്ചു എന്നൊക്കെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫാൻഷാവ് ഇവൻ്റെ കൂടെ ഉള്ളതെന്നുള്ള കാര്യം പെങ്ങുവിന് അറിയത്തില്ല. ഇവനാണെങ്കിൽ ഫാൻഷാവും താൻ തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ള കണക്കിനാണ് ഇപ്പോൾ നിൽക്കുന്നതും. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് നീ മൈൻഡ് ചെയ്യാൻ പോകണ്ട, ഫാൻഷാവിക്ക് നിൻ്റെ അടുത്ത് ഇപ്പോഴും നല്ല ദേഷ്യം കാണും എന്നൊക്കെ. പെങ്ങുവിനോടാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായിട്ട് ഫാൻഷാവ് എന്തോ പറയാൻ വരുന്നുണ്ട്. എന്നാൽ പെങ്ങു അത് കേൾക്കാതിരിക്കാനായിട്ട് മിണ്ടാതിരിക്കുന്ന രീതിയിൽ ആക്ഷൻ കാണിക്കുന്നുണ്ട്. കോൾ കിട്ടിയതുകൊണ്ട് നീ അവൻ്റെ കൂടെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ കൂടെ നിന്നിട്ട് നീ അവനിട്ട് ഒറ്റുവാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ നിനക്കിട്ടൊട്ടെ എന്നിങ്ങനെ അവൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ഫാൻഷാവരുടെ അടുത്ത് ഇന്ന് നൈറ്റ് ഒരു പാർട്ടി ഉണ്ട്, നീ വരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല ഇന്നാണെങ്കിൽ കുറച്ച് വർക്ക് ഉണ്ട്, കുറച്ച് ലോഡൊക്കെ വരുന്നുണ്ട്, അതൊക്കെ എനിക്ക് കയറ്റി അയക്കാനായിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നത്, നിൻ്റെ ബിസിനസ് എല്ലാം തന്നെ പോയി അതൊക്കെ ശരിയാണ്, പക്ഷേ നിന്നെ പേടിക്കുന്ന നിന്നെ ഇപ്പോഴും ടോപ്പിൽ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ പിന്നെ നിനക്ക് ഇതൊന്നും ചെയ്യാതെ ലാവിഷായിട്ടങ്ങ് ജീവിച്ചാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല നീ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല, കാരണം ഷുലാങ്ങിന് ഇപ്പോൾ വേറെ ബോയ് ഫ്രണ്ട് ആയല്ലോ എന്ന് പറയുമ്പോൾ ഇത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ കഴിഞ്ഞ ദിവസം ക്ലബ്ബ് ചെയ്യുന്നപ്പോഴത്തേക്കും അവൻ്റെ ബോയ് ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. ഷുലാങ് അവനെ പിക്ക് ചെയ്യാൻ വന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഷുലാങ്ങിനോട് എന്താ പറഞ്ഞത് നിനക്കറിയോ, ഞാൻ പറഞ്ഞു നിൻ്റെ ഈ പുതിയ ചെക്കൻ ഇപ്പോൾ വേറൊരു ചെക്കനായിട്ട് ഇൻറ്റിമേറ്റ് ആയതേ ഉള്ളൂ, ഞാൻ അങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ കാണിക്കുന്നത് ഹുവ ഇപ്പോൾ ഷുലാങ്ങിൻ്റെ ഓഫീസിൽ വന്നിരുന്നിട്ട് ഇന്നലെ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ഇതേപോലെ നിൻ്റെ ബോയ് ഫ്രണ്ട് വേറൊരു ചെക്കനായിട്ട് ഇൻറ്റിമേറ്റ് ആയിരുന്നു, ആ സത്യം പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷുലാങ് അത് പറയാൻ വേണ്ടി മാത്രമാണ് നീ ഇത്രയും ദൂരം വന്നത്, എനിക്കാണെങ്കിൽ അങ്ങനെ തോന്നുന്നില്ല, വേറെന്തോ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ ആക്ച്വലി ഫാൻഷാവോയാണ് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്, ഞാൻ നിൻ്റെ അടുത്ത് ഇന്നലെ അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞത് അത് ഫാൻഷാവോ എന്നെ വിട്ട് പറയിപ്പിച്ചല്ലാന്ന്, പറയിക്കാനായിട്ടാണ് അവൻ വിട്ടത്, അവൻ അങ്ങനെയും ചെയ്തല്ല, ഞാനായിട്ട് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ അതെനിക്ക് തോന്നി, അല്ലെങ്കിൽ അമ്മാതിരി ചീപ്പ് പരിപാടി അവൻ കാണിക്കത്തില്ലെന്ന് ഇവൻ പറയുന്നുണ്ട്. ആ സമയം ഹുവ അറിയാൻ പാടില്ല ഇങ്ങോട്ട് ചോദിക്കുക, നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ ഇപ്പോൾ ദേഷ്യമൊന്നുമില്ല, ഞാൻ മാത്രം ഇതിൻ്റെ ഇടയിൽ ഒരു പാവേനെ പോലെ കിടന്ന് കളിക്കുവാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നീയാണെങ്കിൽ ഫാൻഷാവിനെ പറ്റി നല്ലത് പറഞ്ഞ് എൻ്റെ മുന്നിൽ അവനെ നല്ലവനാക്കി ചമയ്ക്കാനാണ് ശ്രമമെങ്കിൽ അതൊന്നും വേണ്ട, എനിക്കതിന് സമയമില്ല, പോവാൻ നോക്കാനേ പറയുന്നുണ്ട്. ആ സമയം പിന്നെ വേറെ എന്തിനാ സമയമുള്ള, എന്തേ നിനക്ക് ഇതിൻ്റെ പുതിയ ബോയ് ഫ്രണ്ടായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് സമയം ലാഭിക്കാനായിട്ട് നോക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഷുലാങ്ങിന് ദേഷ്യം വരുന്നുണ്ട്. ഇവ എഴുന്നേറ്റ് പോയിട്ട് അകത്ത് നടക്കുന്ന കാര്യങ്ങളും ബാക്കിയുള്ളവർ കാണാതിരിക്കാനായിട്ട് കർട്ടൻസൊക്കെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ എന്താണ് നീ ചെയ്യാൻ പോകുന്നത് ഇവൻ പേടിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. ഷുലാങ് അപ്പോൾ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് നമ്മൾ തമ്മിലൊരു കടം തീർക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് കടം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട, നീയാണെങ്കിൽ പെങ്ങുമായിട്ടും കൂട്ടത്തോടെ നിന്ന് എനിക്കിട്ട് പണിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പിന്നെ ഞാൻ അതിനെ വെറുതെ വിട്ട് തരുന്നു, പക്ഷേ നീയായിട്ട് വന്ന് എൻ്റെ അടുത്തോട്ട് കയറി തരുവാണെന്ന് പറഞ്ഞിട്ട് അവൻ അടിക്കാനേ ഒരുങ്ങുന്നുണ്ട്. എന്നാൽ നിന്നെ അടിച്ച് എൻ്റെ എനർജി കളയാനായിട്ട് എനിക്ക് വയ്യ, അതുകൊണ്ട് നീ തന്നെ നിൻ്റെ സ്വയം അടിക്കണം, ചോരയൊക്കെ പുറത്ത് വരണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഇങ്ങനെ എന്താ ചെയ്യണമെന്ന് ഇവൻ ചോദിക്കുമ്പോഴത്തേക്കും അവിടെ അടിക്കാൻ പറ്റുന്ന തരത്തിൽ ആകെ ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് സ്വയമേ അങ്ങ് അടിക്കാനായിട്ട് ഹുവയുടെ കയ്യിൽ ആഷ്ട്രേ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ വാങ്ങിച്ചിട്ട് പേടിച്ചാണ് ഇരിക്കുന്നത്. ആദ്യമൊക്കെ സ്വയം അടിക്കാൻ പോകുമ്പോഴായാലും അവനാണെങ്കിൽ ഒഴുകി മാറുന്നുണ്ട്. ആ സമയം ഷുലാങ് കൂടുതൽ ഒഴുകി മാറി കളിക്കാതെ കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിക്കും, ഒറ്റ അടിയിൽ ചോര വന്നില്ലെങ്കിൽ ചോര വരുന്നവരെ അടിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഹുവയുടെ ഒറ്റ അടി തന്നെ അവൻ്റെ തലേന്ന് ചോരയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ശേഷം തിരിച്ച് അവൻ്റെ സീറ്റിലേക്ക് പോയിരുന്നിട്ട് ഒരു സിഗരറ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ ചോദിക്കുന്നുണ്ട് അല്ല നീ എൻ്റെ അടുത്ത് വേറെ എന്തൊക്കെയോ പറയാനായിട്ട് വന്നില്ല, നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ എനിക്ക് ഫാൻഷയുടെ കാര്യമാണ് പറയാനുള്ളത്, ഫാൻഷയോ നിനക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സഹിക്കുന്നു, എന്നിട്ട് നീ എന്താണ് ഇങ്ങനെ ആയിപ്പോയത്, അവൻ നിൻ്റെ അടുത്ത് 6 മാസം ജയിലിൽ കിടന്നു എന്നല്ലേ പറഞ്ഞത്, എന്നാൽ 6 മാസമൊന്നും ജയിലിൽ കിടന്നില്ല, ആകെ 3 മാസം ജയിലിൽ കിടന്നുള്ളൂ, ബാക്കി 3 മാസം അവനാണെങ്കിൽ അവൻ്റെ കുടുംബക്കാർ എന്നെ കൊല്ലാനായിട്ട് ഒട്ടിക്കുമായിരുന്നു, നിന്നോട് തെറ്റ് ചെയ്തു, നിന്നെ അവൻ ഫോഴ്സ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ചിന്തയെല്ലാം അവൻ്റെ മൈൻഡിൽ വന്ന് അവൻ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവൻ സ്വയമേ തന്നെ അവൻ്റെ കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങളും ബിസിനസ്സിൽ നടക്കുന്ന മോശം കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ അവനും അവൻ്റെ ഫാമിലിയും തന്നെ എല്ലാവരും ജയിലിൽ കുടുങ്ങി. എന്നാൽ ആ ടൈമിന് അവൻ വലിയ തെറ്റിയാത്തതുകൊണ്ട് തന്നെ 3 മാസം മാത്രമേ ജയിലിൽ കിടന്നുള്ളൂ. എന്നാൽ പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവൻ കാരണം എല്ലാം നശിച്ചുകൊണ്ട് അവനെ കൊല്ലാനായിട്ട് ഒരുപാട് പേര് നടക്കുന്നുണ്ടായിരുന്നു. മരിക്കുന്നുള്ള സിറ്റുവേഷനെ അവനെ ടോർച്ചർ ചെയ്യാൻ ചെയ്തു. ആ സമയം അവനെ രക്ഷിക്കാനായിട്ട് പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തി. പോലീസുകാർ അവനൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് അവനെ സേഫായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇൻറ്റേർണലി വയ്യാതായിട്ട് അവനെ കൊല്ലാനായിട്ട് നടക്കുന്ന ഒരു ബിഗ് ബോസ് മരിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഫാൻഷയുടെ അച്ഛനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയത്തില്ല, എന്തായാലും ആൾ മരിച്ചു എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഫാൻഷോ ഫ്രീ ആയത്, ഇല്ലെങ്കിൽ അവൻ എപ്പോഴും മരിക്കേണ്ടായിരുന്നു, നിനക്ക് വേണ്ടിയിട്ടാണ് അവൻ ഇത്രയും കഷ്ടപ്പെട്ടത്. അതിനുശേഷം അവനാണെങ്കിൽ നിന്നെ കാണാൻ പോലും വരാതിരുന്നു, കാരണം നിന്നെ ഫോളോ ചെയ്ത് ആരെങ്കിലും കൊല്ലാൻ വന്നാലോ എന്ന് പേടിച്ച്. പിന്നെ നിനക്കൊരു കാര്യം അറിയാവോ, ടിയാൻ്റെ അമ്മ എന്തുകൊണ്ടാണ് വയ്യാതെ ഇപ്പോൾ നിന്നെ വിളിച്ചത്, അതിന് കാരണം ഫാൻഷാവ് തന്നെ പറഞ്ഞിട്ടാണ്, ഫാൻഷാവാണ് നിന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത്, കാരണം നീ ലൈഫിൽ ഒറ്റപ്പെട്ട് പോകുന്നവൻ അറിയാമായിരുന്നു. അപ്പോൾ ടിയാനെ നീ അഡോപ്റ്റ് ചെയ്യുവാണെങ്കിൽ നിനക്കൊരു കൂട്ടാവുന്നവൻ വിചാരിച്ചു. ഇനി അഥവാ നീ അഡോപ്റ്റ് ചെയ്തില്ലെങ്കിൽ അവൻ അഡോപ്റ്റ് ചെയ്യും, കാരണം നീയും അവനും ഒരുമിച്ച് രക്ഷിച്ച കുഞ്ഞാണെന്നും അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇത്രയും കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞ ഫാൻഷാവോ തനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയും കുറേ കാര്യങ്ങൾ ചെയ്തല്ലോ എന്നുള്ള റിയലൈസേഷൻ ഷുലാങ്ങിന് വരുന്നത്.
ഷിലാങ്ങിന് മൊത്തത്തിൽ ഇതൊരു ഷോക്കായിരുന്നു. എന്നാൽ അവനാണെങ്കിൽ അത് പുറത്ത് കാണിക്കുന്നില്ല. അതിനിപ്പോൾ ഞാൻ എന്നാ വേണമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഇത്രയും പറഞ്ഞിട്ടും ഷിലാങ്ങിന് ഒരു കുലുക്കമില്ല. അവൻ്റെ മൈൻഡിൽ യാതൊരു ചേഞ്ചും വന്നിട്ടില്ല എന്ന് എഴുതിയിട്ട് ഹുവയാണെങ്കിൽ കഷ്ടം തന്നെ, നിന്നേക്കാണല്ലോ അവൻ നിൻ്റെ ബോധിസത്വമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഹുവ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. എന്നാൽ ഹുവ പോയി കഴിയുമ്പോഴത്തേക്കും ഷിലാങ്ങിൻ്റെ മനസ്സിൽ വന്ന ആ ഒരു ഫീലിങ്സും ആ ഒരു സങ്കടം എല്ലാം തന്നെ അവൻ പുറത്ത് കാണിക്കുന്നുണ്ട്. അവൻ എന്തിനാണെന്ന് അറിയത്തില്ല, ആ ഒരു ടെൻഷനിലൊക്കെ അവൻ വീണ്ടും സ്മോക്ക് ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. ഇത് ഫാൻഷോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹുവ കോൾ ചെയ്തിട്ട് താൻ ഷുലാങ്ങിനെ മീറ്റ് ചെയ്യാനായിട്ട് പോയപ്പോൾ ഷുലാങ് ഇതുപോലെ പകരം വീട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആസ്ട്രോ കൊണ്ട് തലക്കടിക്കാൻ പറഞ്ഞതും തൻ്റെ തലയിൽ ഇങ്ങനെ മുറിവുണ്ടായെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ട്. ആ സമയം ചിരിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തു. ആ സമയത്ത് അവനെ കാണാൻ വേറെ ലുക്ക് ഉണ്ടായിരുന്നു എന്ന് വെച്ചപ്പോൾ ലുക്കുണ്ട്, പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കുക, അവനിപ്പോൾ നിൻ്റെ ചെക്കനല്ല, അവന് വേറെ ബോയ് ഫ്രണ്ട് കിട്ടി, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇന്നത്തെ വൈകുന്നേരത്തെ പാർട്ടിക്ക് നീ വന്നോണോ എന്ന് പറയുന്നുണ്ട്. ഫാൻഷാവ് നേരത്തെ പോലെ തന്നെ വീണ്ടും റിജക്ട് ചെയ്തിട്ട് ഇല്ല ഞാൻ വരത്തില്ല, എനിക്ക് നാളെ രാവിലെ കുറേ വർക്ക് ഉണ്ട്, അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത് ഷുലാങ്ങിനെ കാണിക്കുമ്പോൾ അവൻ ടിയാനെയും കൊണ്ട് അവൻ്റെ അമ്മയുടെ കല്ലറയിലേക്ക് വരുന്നുണ്ട്. വരുന്ന സമയത്ത് ഓൾറെഡി ഒരു സൺഫ്ലവറിൻ്റെ ബൊക്കെ അവിടെ ആരോ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ടിയാൻ്റെ ആരോ ഇവിടെ എന്തോ കൊണ്ടുവച്ചിരിക്കുന്നു എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും സൺഫ്ലവറിൻ്റെ ബൊക്കെ കാണുമ്പോൾ തന്നെ അത് ഫാൻഷാവ് വെച്ചാണെന്നുള്ള കാര്യം ഷുലാങ്ങിന് മനസ്സിലാക്കാനേ പറ്റുന്നുണ്ട്. കാരണം മുമ്പ് ഷുലാങ് ആണെങ്കിൽ ഫാൻഷാവരുടെ അടുത്ത് തൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ സൺഫ്ലവറാണ് ഇഷ്ടമെന്നും അതുകൊണ്ട് എപ്പോൾ കാണാൻ പോലും സൺഫ്ലവറാണ് താൻ കൊണ്ടുപോകാറുള്ളത് എന്നുള്ള കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അവനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൻ കൊണ്ടുവന്ന ഒരു ബൊക്കെല്ലാം അവിടെ വയ്ക്കുന്നുണ്ട്. അമ്മയ്ക്ക് അമ്മ ഇതാണ് ടിയാനെന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നീട് ന്യൂ ഇയർ ആകുമായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഷുലാങ് അവൻ്റെ പ്രൊഫസറിനെ കോൾ ചെയ്തിട്ട് ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്യുന്നുണ്ട്. ആ സമയം പ്രൊഫസർ നിൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു, എന്തായാലും ഇനി ഞാൻ വൈകിക്കുന്നില്ല, എങ്ങനെ പറഞ്ഞത് അറിഞ്ഞുകൂടാതെ ഇരിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു, ഇപ്പം എന്തായാലും ഞാൻ പറയാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ പ്രൊഫസർ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു പ്രൊഡക്ഷൻ്റെ സംഭവങ്ങളും എല്ലാത്തിനും തന്നെ താൻ റിട്ടയർ ആവാൻ പോവുകയാണ്. തൻ്റെ സ്ഥാനത്ത് ഇനി ഷുലാങ് വരണമെന്ന് പറയുന്നുണ്ട്. ഷുലാങ് അപ്പോൾ നിങ്ങൾ റിട്ടയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യും, എനിക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഞാൻ ആ സ്ഥാനം ഏറ്റെടുക്കുന്നത് അത് ശരിയാവും തോന്നില്ല, എന്നെക്കാളും ടാലൻ്റുള്ള എത്രയും ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ ഇല്ലല്ല അതിന് ബെസ്റ്റ് ചോയ്സ് നീ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ഷുലാങ്ങിനെ മനഃപൂർവ്വം കുറച്ച് വാശിയൊക്കെ കയറ്റി വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ഫാൻഷിയാവോ ഇതുപോലെ അവൻ്റെ പ്രൊഫസറിനെതിരെ കേസ് കൊടുത്തു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഓരോ കള്ളത്തരങ്ങൾ വരുത്തി തീർത്തത്. അതിന് ഈ ഒരു പ്രൊഫസറും കൂട്ടുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പ്രൊഫസർ എനിക്ക് ഇന്നൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു സത്യങ്ങളെല്ലാം തുറന്ന് പറയുന്നുണ്ട്. അന്ന് ഫാൻഷിയാവോ ഒരു കള്ളത്തരം കാണിച്ചതാണ്, ഞാൻ നിൻ്റെ കൂടെ ഇന്നതാണ്, പക്ഷേ അവൻ നിനക്ക് മോശം വരണമെന്ന് കരുതി ചെയ്തതല്ല, നിനക്കൊരു വാശി കിട്ടാനും നീയും അവന് തമ്മിലുള്ള ഒരു ദേഷ്യം മാത്രം നീ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ ലൈഫിൽ നീ എന്തെങ്കിലും ഒന്ന് മുന്നോട്ട് എത്താൻ വേണ്ടിയിട്ടും അവൻ മനഃപൂർവ്വം ചെയ്തൊരു കാര്യമായിരുന്നു. 3 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നിന്നോട് ഈ സത്യം തുറന്ന് പറയാനാണ് അവൻ എന്നോട് ആവശ്യപ്പെട്ടത്. കാരണം ആ നേരം കൊണ്ട് നീ അവനെ മറന്നിട്ടുണ്ടായിരിക്കുമെന്നും അവൻ എന്നോട് പറഞ്ഞു എന്നുള്ള കാര്യം ഷുലാങ്ങിനോട് ഇപ്പോൾ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഷുലാങ് ആണെങ്കിൽ നൈറ്റ് അവൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകുന്നതും അവരെല്ലാവരും ഒരുമിച്ച് ഡ്രിങ്ക് ചെയ്യുന്നതൊക്കെയാണ്. അങ്ങനെ ഒരു തമാശയൊക്കെ പറഞ്ഞിരുന്നിട്ട് 2-3 പേര് ഡ്രിങ്ക്സ് എടുക്കാനായിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഷുലാങ് അപ്പോൾ അവൻ്റെ അടുത്തിരുന്ന ആ ഒരു പെൺകൊച്ചിനോട് സംസാരിക്കാനായി തുടങ്ങുന്നുണ്ട്. അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല നിൻ്റെ മുടി നേരത്തെ വേവി ആയിരുന്നല്ലോ, ഇപ്പോഴെങ്ങനെ സ്ട്രെയിറ്റ് ആയെന്ന്. ആ സമയം അത് പിന്നെ ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ടതാ, എങ്ങനെയുണ്ട് മാച്ച് ആകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ടെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അതിനുശേഷം അവളെ സ്നേഹിക്കുന്ന അവളുടെ പുറകെ നടക്കുന്നൊരു പയ്യനുണ്ട്. ആ പയ്യൻ്റെ കൂടെ നിനക്കങ്ങ് എസ് പറഞ്ഞാൽ പോരെ, അവൻ എന്തുമാത്രം നല്ല പയ്യനാണ്, നിനക്കും എനിക്ക് അറിയാമെന്നുള്ളതിലെന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ അത് തന്നെ പ്രശ്നം, അത്രയും നല്ലൊരു പയ്യനെ എന്നെ പോലെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്ന് എനിക്ക് തോന്നി, ചിലരൊന്നും നമ്മൾ ഡിസർവ് ചെയ്യുന്നുണ്ടാവത്തില്ല, അതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ അത്ര നല്ലൊരു പയ്യനെ വേണ്ടാന്ന് പറയുന്നുണ്ട് ഷുലാങ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ അവന് പ്രതീക്ഷ കൊടുക്കാതെ അവനോട് സത്യങ്ങളെല്ലാം തുറന്ന് പറയുക, ഡയറക്റ്റായിട്ട് കാര്യം സംസാരിക്കാനേ പറയുന്നുണ്ട്. എന്നാൽ ഒരു പെൺകുട്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ എന്നെക്കൊണ്ട് പറ്റാഞ്ഞിട്ടാണ്, ഇവനെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അവനായിട്ട് എന്നെ ബാക്ക് ഔട്ട് ചെയ്യാത്തതാണ്. ഒരാൾ നമ്മളാണെങ്കിൽ എത്രമാത്രം അവോയ്ഡ് ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് പല എഫോർട്ട് ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ നമ്മൾ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെന്നാണെന്നുള്ള കാര്യം അവൾ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ഷുലാങ്ങിനെ പെട്ടെന്ന് ഫാൻഷിയാവിനെയാണ് ഓർമ്മ വരുന്നത്. അതായത് ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നു എന്നിട്ടും ഫാൻഷിയാവ് ഷുലാങ്ങിന് വേണ്ടിയിട്ട് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് കഴിഞ്ഞ ദിവസം ഹുവ തുറന്ന് പറഞ്ഞും പ്രൊഫസർ തുറന്ന് പറഞ്ഞൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു പെൺകുട്ടി പറഞ്ഞ കാര്യം കേട്ടതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ഫാൻഷിയാവിനെ കുറിച്ച് അങ്ങ് ചിന്തിക്കുന്നുണ്ട് മൊത്തത്തിൽ. അതായത് ഇപ്പോഴും അവന് തന്നെ ഇഷ്ടമുണ്ടാവുന്നുള്ളൊരു കാര്യത്തിലൊക്കെ. കുറച്ച് സമയം കഴിയുമ്പോൾ ഷുലാങ് ഫ്രണ്ട്സൊക്കെ ബായ് പറഞ്ഞിട്ട് എല്ലാവരും ഓരോ വഴിക്ക് പോകുന്നുണ്ട്. ഷുലാങ് ആണെങ്കിൽ ഫാൻഷിയാവരുടെ കാര്യം തന്നെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. രണ്ടും കൽപ്പിച്ച് ഫാൻഷിയാവരുടെ അടുത്തേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. പോകുന്നതിന് മുന്നേ തന്നെ ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ കയറിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് കുടിക്കാനായിട്ട് ഡ്രിങ്ക് വാങ്ങുന്നുണ്ട്. അവിടെ വെച്ചെല്ലാം കുടിക്കുന്നുണ്ട്. അത് മാത്രമല്ല പ്രൊട്ടക്ഷനും ഒരു പാക്കറ്റ് വാങ്ങുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ അവനിപ്പോൾ ഫാൻഷിയാവ് നിൽക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഫാൻഷിയാവയ്ക്ക് അടുത്ത ദിവസം കുറേ ലോഡുകൾ കയറ്റി അയക്കാനുള്ളതുകൊണ്ട് തന്നെ ഫാൻഷിയാവോ അന്ന് അവിടെ തന്നെ സ്റ്റേ ചെയ്യാന്നൊക്കെ കരുതിയിട്ട് ഭയങ്കര തണുപ്പൊക്കെ ആയതുകൊണ്ട് കുറേ ഹീറ്ററൊക്കെ വെച്ചിട്ട് അങ്ങനെ സ്മോക്കൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ആ സമയമാണ് ഇവൻ കയറി വരുന്ന കാണുന്നത്. അങ്ങനെ ഫാൻഷിയാവാണെങ്കിൽ ഒന്ന് ഞെട്ടുന്നുണ്ട്, കാരണം ഇവൻ വരുമെന്ന് വിചാരിച്ചില്ല. ആ സമയം ഷുലാങ് എന്തോട്ട് അകത്തേക്ക് വിളിക്കുന്നില്ല എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അകത്തേക്ക് വരാനായിട്ട് ഫാൻഷിയാവ് പറയുന്നുണ്ട്. എന്നിട്ട് ഷുലാങ്ങിന് ഇരിക്കാനായിട്ട് ഫാൻഷിയാവ് കസേരയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അവിടെ ഇരിക്കാതെ ഷുലാങ് നേരെ ബെഡിലേക്ക് ഇരിക്കുകയാണ്. അതിനുശേഷം അവർ സംസാരിക്കാനായി തുടങ്ങുന്നുണ്ട്. ആ സമയം ഷുലാങ് ഞാനിവിടെ എന്തിനാണ് വന്നതെന്ന് നിനക്ക് മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് അറിയത്തില്ല, തനിക്ക് ചോദിക്കാനുള്ള ധൈര്യം ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും നീ ഒന്ന് ഗസ് ചെയ്ത് നോക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ഫാൻഷിയാവ് മിക്കവാറും ദേഷ്യപ്പെടാനായിരിക്കും. പ്രൊഫസർ സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞെന്നുള്ള കാര്യം എന്നെ അറിയിച്ചിരുന്നു, നിനക്ക് അതിൻ്റെ കാര്യത്തിൽ ദേഷ്യം ഉണ്ടാവും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അതൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ അക്കാര്യത്തിനൊന്നും അല്ല വന്നേന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല ഫാൻഷിയാവ് ഒരുപാട് ഷെയർസ് ഇപ്പോൾ ഷുലാങ്ങിൻ്റെ കയ്യിലേക്ക് കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഷെയറൊന്നും തനിക്ക് വേണ്ടാന്നും അതിൻ്റെ ക്യാഷ് നീ തന്നെ വെച്ചോളാനും നിൻ്റെ കാര്യത്തിന് യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഫാൻഷിയാവരുടെ അടുത്ത് ഷുലാങ് പറയുമ്പോൾ ഇല്ല എനിക്കൊരു ക്യാഷ് വേണ്ട, നിനക്ക് വേണ്ടാന്ന് പറയുമെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് തന്നെ നീ ആ ഒരു ക്യാഷ് ടിയാൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്.
ഷുലാങ് വന്നിരുന്നപ്പോൾ തന്നെ ഷുലാങ്ങിന് തണുക്കാതിരിക്കാനായിട്ട് ഹീറ്റർ ഷുലാങ്ങിൻ്റെ നേർക്ക് ഫാൻ ഷോപ്പ് തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫാൻ ഷോപ്പ് ഇരിക്കുന്ന സ്ഥലത്ത് ആ ഒരു ചൂട് കിട്ടാത്തതുകൊണ്ട് അവന് നല്ല തണുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കാര്യം മനസ്സിലായിട്ട് തൻ്റെ അടുത്തേക്ക് വന്നിരിക്കാനായിട്ട് ഷുലാങ് പറയുന്നുണ്ട്. അങ്ങനെ ഫാൻ ഷോയും അവൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുന്നുണ്ട്. വീണ്ടും അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചൊക്കെ വരുമ്പോഴത്തേക്കും നീ എന്തുകൊണ്ടാണ് ബോവൻ എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ കിട്ടിയ ഒരു ബോയ് ഫ്രണ്ടിനെ ഒതുക്കാനായിട്ടൊന്നും ചെയ്യാത്തത്? ഞാൻ വിചാരിച്ചു നീ അവൻ എന്തിനും ചെയ്യുമായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ഞാനാണെങ്കിൽ അവനൊന്നും ചെയ്യുന്നില്ല. കാരണം ഞാൻ അവനെ പറ്റി അന്വേഷിച്ചപ്പോൾ അവൻ നല്ലൊരു പയ്യനാണെന്ന് മനസ്സിലായി, നിനക്ക് ചേരുന്നൊരു പയ്യനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചേരാത്തൊരു പയ്യനായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു എന്നിങ്ങനെ ഷുലാങ് ചോദിക്കുമ്പോൾ നിനക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പോലും ഞാൻ അവനെ എടുത്തിട്ട് അടിച്ചേനെ, എന്നിട്ട് ഞാൻ അവനെ നല്ലൊരാളാക്കി മാറ്റിയേനെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഫാൻഷി അവരെടുത്ത് ഷുലാങ് നമുക്ക് വീണ്ടും ഒന്നിക്കാം, നീ വീണ്ടും ബിഹേവ് ചെയ്യോ എന്നിങ്ങനെ അവനോട് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ ഫാൻഷിയൊക്കെ ഇതിന് ഞെട്ടലാണ്. അവനാണെങ്കിൽ ഒന്നും പറയാതിരിക്കുന്നുണ്ട്. ഷുലാങ് അപ്പോൾ വീണ്ടും ഞാൻ നിൻ്റെ അടുത്ത് മുമ്പേ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അന്ന് നീ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞു, നീ വീണ്ടും എൻ്റെ അടുത്ത് ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ചു. പക്ഷേ ഇപ്പം ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടെ ചോദിക്കുകയാണ്, നമ്മൾ റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ നീ മര്യാദയ്ക്കിരിക്കുമോ, വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിന് ഒരു മറുപടി പറയാതിരിക്കുമ്പോൾ എന്നെ ഇതിനെക്കൊണ്ട് പറ്റത്തില്ലെന്ന് ചോദിച്ചിട്ട് ഷുലാങ് എഴുന്നേറ്റ് പോകാനേ നിൽക്കുന്നുണ്ട്. എന്നാൽ ഫാൻഷാവ് ഇല്ലില്ല ഞാൻ ബിഹേവ് ചെയ്തോളാം, ഞാൻ നല്ല കുട്ടിയായിട്ടിരുന്നോളാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആ സമയം തന്നെ പക്ഷേ നിനക്കിപ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഇല്ലേ, അതെന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൻ ഓൾറെഡി അവൻ്റേതായ കുറേ കാര്യങ്ങളും റിലേഷൻഷിപ്പൊക്കെ ഉള്ളതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഷുലാങ് ഉടനെ തന്നെ അവൻ വാങ്ങിച്ച ഒരു പ്രൊട്ടക്ഷൻ്റെ പാക്കറ്റ് എടുത്ത് പുറത്തേക്ക് വയ്ക്കുന്നുണ്ട്. നമുക്ക് ഇൻറ്റിമേറ്റ് ആവുമെന്ന് ഇൻഡയറക്റ്റായിട്ട് ഞാൻ പറയാനേ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഫാൻഷാവും നീ കുടിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതായിരിക്കും, നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നിൻ്റെ സ്വഭാവം മാറും, വീണ്ടും ഇങ്ങോട്ടേക്ക് നീ വന്നതിൽ നീ റിഗ്രറ്റ് ചെയ്യും, അതുകൊണ്ട് ഇത് വേണ്ട എന്നുള്ള രീതിയിൽ ഒഴിവാക്കിയിടാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഷുലാങ്ങിന് അറിയാം അവൻ ഡ്രിങ്ക് ചെയ്തിട്ടൊന്നും അല്ലാണ്ട് ഉറപ്പിച്ച് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഫാൻഷി അവനെ അടുത്തേക്കൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഇവൻ പ്രൊവോക്ക് ചെയ്യാനും കുറച്ച് സെഡ്യൂസ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ ഫാൻഷി ആണെങ്കിൽ ഇല്ലല്ല എന്നുള്ള രീതിയിൽ തന്നെ വിട്ട് മാറിയിരിക്കാനേ ശ്രമിക്കുന്നുണ്ട്. ആ സമയം ഷുലാങ് എന്ത് പറ്റി, നിനക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമല്ലേ, ഞാനോട്ട് ഇൻറ്റിമേറ്റ് ആകുന്നത് നിനക്ക് ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇവൻ്റെ കൺട്രോൾ അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ അവിടെ പക്ഷേ ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. ദിവസം രാവിലെ ഷുലാങ് ഉറക്കം എഴുന്നേൽക്കുമ്പോഴത്തേക്കും പുറത്ത് ഫാൻഷാവോ ഒരാളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവന് കേൾക്കാനേ പറ്റുന്നുണ്ട്. ആ ഒരാൾ അകത്തേക്ക് കയറാനേ നോക്കുമ്പോൾ ഫാൻഷാവോ അകത്ത് ഷുലാങ് ഉള്ളതുകൊണ്ട് തന്നെ ഇല്ലല്ല അകത്ത് മറ്റൊരാളുണ്ട്, നീ പോയിട്ട് പിന്നെ വന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞുവിടാൻ നോക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയ ആരെങ്കിലും ആണോ അകത്തുള്ളതെന്നൊക്കെ ആൾ ചോദിക്കുമ്പോൾ അതെ നീ പോയിട്ട് പിന്നെ എനിക്ക് വരാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞുവിടുന്നുണ്ട്. ഫാൻഷാവോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോഴത്തേക്കും ഷുലാങ്ങിൻ്റെ സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ ഷുലാങ് അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് എഴുന്നേറ്റ് പോകാനേ നിൽക്കുന്ന സമയത്ത് ഫാൻഷാവോ അകത്തേക്ക് കയറി വരാണ്. ഷുലാങ് അവൻ്റെ മുഖത്ത് യാതൊരു എക്സ്പ്രഷൻ ഇടാതെ നടന്നു പോകാനേ തുടങ്ങുന്നുണ്ട്. ആ സമയം ഫാൻഷാവോ വിചാരിച്ചിട്ടുണ്ടാകാം, അതായത് കഴിഞ്ഞ ദിവസം രാത്രി നടന്നതെല്ലാം ഷുലാങ് ഡ്രിങ്ക് ചെയ്തിട്ട് സംഭവിച്ചതാണെന്നും ഷുലാങ് തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവത്തില്ല എന്നും ആ ഒരു പേടി കാരണമായിരിക്കാം ഇപ്പോൾ ഷുലാങ് ഇങ്ങനെ പോകാനേ തുടങ്ങുമ്പോൾ ഫാൻഷാവോ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഷുലാങ് ആണെങ്കിൽ പെട്ടെന്ന് ഫാൻഷാവോയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം നടന്നതെല്ലാം റിയലാണ്, നമുക്ക് കുടിച്ചിട്ട് അവൻ കാണിച്ചല്ല എന്നൊക്കെ ഫാൻഷാവോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അവനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അവർ ഒരുമിച്ച് ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സീരീസ് ഇവിടെ എൻഡ് ആവുന്നത്. മൊത്തത്തിൽ റെഡും ബ്ലാക്കും ഫ്ലാഗുകളെല്ലാം നിറഞ്ഞിട്ടുള്ളൊരു സീരീസായിരുന്നു. പല പല കാര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി, എന്നിട്ട് അവസാനം അവരിവിടുത്തെ സെറ്റായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സീരീസാണ്. നിങ്ങൾ എങ്ങനെ ഉണ്ടാകുമെന്ന് പറയാനേ മറക്കല്ല്. എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ എക്സാം സ്റ്റാർട്ട് ആവാനായിട്ട് പോവാണ്. സോ കുറച്ച് ദിവസത്തേക്ക് ആരും പുതിയ ഡ്രാമയെന്ന് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് വന്നേക്കരുത് പ്ലീസ്. ഞാൻ എൻ്റെ എക്സാമിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉറപ്പായിട്ടും തിരിച്ച് വരുന്നതായിരിക്കും. അതുവരെ ഞാൻ ചെയ്യുന്ന കുറച്ച് സീരീസൊക്കെ ഉണ്ട് ഓൾറെഡി, അതൊക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. പുതിയത് ചോദിച്ചാലും എനിക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ പറ്റത്തില്ല കറൻ്റ്. മറ്റന്നാൾ മുതൽ എൻ്റെ എക്സാം സ്റ്റാർട്ട് ആവുകയാണ്. സത്യം പറഞ്ഞാൽ പഠിച്ച് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ഒരു സീരീസിൻ്റെ ഫൈനൽ എപ്പിസോഡിൽ നിന്ന് ഇടുന്ന കുറേ കമൻറ്റ് വന്നു, അതുകൊണ്ടാണ് പിന്നെ ഇട്ടങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചത്. നിങ്ങളിപ്പോൾ പുതിയ സീരീസ് ഇടാനായിട്ട് പറഞ്ഞാലും എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഞാൻ കാണുന്നു പോലുമില്ല ഒരു പുതിയതും. എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ റിലീസായിട്ടുണ്ട്, പക്ഷേ ഞാൻ കാണുന്നുമില്ല. ഞാനിപ്പോൾ സത്യം പറഞ്ഞ് ചെയ്യുന്നുമില്ല. റൂഡായിട്ട് പറയാമെന്ന് വിചാരിക്കില്ല, പക്ഷേ എനിക്ക് എൻ്റെ എക്സാം സീരിയസ്ലി മിസ് ചെയ്യാൻ പറ്റത്തില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, മൈ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആണ്. കുറേ പേർക്കും അറിയാം ഞാൻ എന്താണ് പഠിക്കുന്നതെന്നും എൻ്റെ എക്സാമാണ് എനിക്ക് വരാൻ പോകുന്നതെന്നൊക്കെ തന്നെ. സോ ഞാൻ തിരിച്ച് വരുന്നത് വരെ ഉള്ള സീരീസൊക്കെ വെച്ച് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു സീരീസ് എങ്ങനെ ഉണ്ടാകുമെന്ന് കമന്റ് ബോക്സിൽ പറയാനായിട്ട് ആരും മറക്കരുത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.